പക്ഷെ അയാളൊരു രാഷ്ട്രീയക്കാരൻ എന്നതിനപ്പുറം അയാളൊരു മുസ്ലിം എന്ന നിലയിൽ മാത്രം എടുത്താൽ മതി. വിശുദ്ധ ഖുർആന്റെ ആയത്തിന്റെ നേർക്ക് നേരെയുള്ള വർത്താനല്ലേ അയാളാ പറഞ്ഞത്. അലൈസല്ലാഹു ബികാഫിൻ അബ്ദഹു, തന്റെ ദാസന് അള്ളാഹ് മാത്രം പോരെ, ഇടയാളന്മാരുടെ ആവശ്യമുണ്ടോ? വിശുദ്ധ ഖുർആനില് ഏകദേശം ഒരു 10-15 ഇടങ്ങളിൽ മാത്രം എടുത്ത് വെച്ച് വെച്ചാ കുറെ ഉണ്ട്. അള്ളാഹു പറയുന്ന കുറെ കാര്യങ്ങളുണ്ട്. ഫദ്ഉല്ലാഹ, നിങ്ങൾ അള്ളാഹിനോട് തേടിക്കോ. മുഖ്ലിസീന ലഹുദ്ദീൻ, മതം അവനാക്കിക്കൊണ്ട് ആത്മാർത്ഥതയോടെ ഇഖ്ലാസോടുകൂടെ. ഇഖ്ലാസ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ഞാനൊരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ഒന്നും ചേരാതെ, ഒന്നിനെയും ചേർക്കാതെ, ഒന്നിനെയും അള്ളാഹിനോട്